ഇവിടെയല്ലേ ലോക്കറ്റ് കൊണ്ടുവരാൻ പരസ്യത്തിൽ പറഞ്ഞത്? അതെ. നിങ്ങളുടെ കയ്യിൽ ലോക്കറ്റ് ഉണ്ടോ? ആ ഉണ്ട്. എങ്കിൽ തരൂ, ഞാൻ നോക്കട്ടെ. എന്താ ചേച്ചി നിങ്ങളുടെ ഉദ്ദേശം? എന്നെ പറ്റിക്കാൻ വന്നാണോ? അയ്യോ അല്ല, ഇതാണ് നിങ്ങൾ പറഞ്ഞ ലോക്കറ്റ്. കള്ളം പറയരുത്. ഒരു പരസ്യം കണ്ട ഉടനെ പറ്റിച്ച് പണം തട്ടാൻ ഇറങ്ങിയതാണോ? അയ്യോ മേഡം, അങ്ങനെയൊന്നും പറയരുത്. ഞാൻ അങ്ങനെ ഒരാളല്ല. ഒരാളെയും പറ്റിക്കണമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. അപ്പോ ഇപ്പൊ നിങ്ങളെ കാണിച്ചെന്താ? നിങ്ങൾ കരയാതെ കാര്യം പറ. എന്താ പ്രശ്നം? എന്റെ ഗതികേട് കൊണ്ട് ഞാൻ ചെയ്തു പോയതാ. എന്റെ മോൾക്ക് ക്യാൻസർ ആണ്. അയ്യോ. അവളെ ചികിത്സിക്കാൻ കാശില്ലാതെ ഞാൻ വിഷമിക്കുന്ന സമയത്താ ഇങ്ങനെ ഒരു പരസ്യം കണ്ടത്. എങ്ങനെയെങ്കിലും കുറച്ച് കാശ് കിട്ടിയാൽ അതുകൊണ്ട് എന്റെ മോളെ രക്ഷിക്കാമല്ലോ എന്ന് മാത്രമാണ് ഞാൻ കരുതിയത്. ചേച്ചി വിഷമിക്കാതെ, മോളുടെ അസുഖം എല്ലാം മാറും. എന്നോട് എന്തിന് ഈശ്വരൻ ഇങ്ങനെ ക്രൂരത കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഗർഭിണിയായ സമയത്ത് ഭർത്താവ് ഒരു ആക്സിഡന്റിൽ മരിച്ചു. അന്ന് തളരാതെ പിടിച്ചു നിന്നത് എന്റെ കുഞ്ഞിന് വേണ്ടിയാ. എന്റെ മോളെ പഠിപ്പിച്ച് വലിയ നിലയിലാക്കണമെന്നായിരുന്നു എന്റെ സ്വപ്നം. പക്ഷെ ഭഗവാൻ എന്നെ അവിടെയും ചതിച്ചു. ഇപ്പൊ മോളെ ചികിത്സിക്കാൻ പോലും നിവൃത്തിയില്ലാതെ ഞാൻ കഷ്ടപ്പെടുക. സാരമില്ല ചേച്ചി, ഈശ്വരൻ ഒരുപാട് ഇഷ്ടമുള്ളവരെയാ ഒത്തിരി പരീക്ഷിക്കുന്നത്. ഇതിരിക്കട്ടെ. അയ്യോ, ഇത് എനിക്കാണോ? അതെ, ഇത് വെച്ചോളൂ. ഞാൻ മേഡത്തെ പറ്റിക്കാൻ നോക്കിയിട്ടും എന്നെ സഹായിക്കാൻ മനസ്സ് കാണിച്ചല്ലോ. ചേച്ചിയുടെ ഗതികേട് എനിക്ക് മനസ്സിലാവും. വിഷമിക്കണ്ട ചേച്ചി, ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. മോൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. മേഡത്തെ ഈശ്വരൻ അനുഗ്രഹിക്കും. എന്നും എന്റെ പ്രാർത്ഥനയിൽ മേഡം ഉണ്ടാവും. ശരി മേഡം. ബെസ്റ്റ്. മഹി പോലീസിൽ പരാതി കൊടുത്തു. അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുക. എപ്പോൾ വേണേലും എന്തും സംഭവിക്കാം. ഇന്നത്തെ പോലീസിന്റെ ടെക്നോളജിയെ കുറിച്ചൊക്കെ അറിയാലോ. എപ്പോൾ വേണേലും പിടി വീഴും. പിന്നെ ജ്വല്ലറിയിലെ CCTVയിൽ നിങ്ങളുടെ മുഖമെല്ലാം ക്ലിയർ ആയിട്ട് പതിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും സർ? എത്രയും പെട്ടെന്ന് സ്വർണം വിറ്റ് പണമാക്കണം. ഞാൻ കുറച്ചുപേരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് എന്നെല്ലാം ഫൈനൽ ചെയ്യാം. സാറ് പറഞ്ഞാൽ ഞാൻ എന്തിനു റെഡിയാണ്. വിലയുടെ കാര്യത്തിലും സ്വർണം കൈമാറുന്ന കാര്യത്തിലും തീരുമാനമായ ഉടനെ ഞാൻ അറിയിക്കാം. ചേട്ടാ, ഒരു മിനിറ്റ്. എന്താ ഗംഗേ? ചേച്ചി, രാഹുൽ ഒരാളും അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അവരെന്താ സംസാരിക്കുന്നെന്നും എങ്ങോട്ടാ പോകുന്നെന്നും അറിഞ്ഞാൽ എന്തെങ്കിലും വിവരം കിട്ടിയാലോ? ശരി, ഞാൻ നോക്കിക്കോളാം. ഗംഗി പോ, വീട്ടിലേക്ക് പോ. വിവരം ഞാൻ അറിയിക്കാം. ശരി ചേച്ചി. പോവാൻ ചേട്ടാ.
നിക്ക്. ആ, എന്താ മഹേട്ടാ? നീ ഇത്ര നേരം എവിടെയായിരുന്നു? മഹേട്ടാ, ഞാൻ ആ ലോക്കറ്റ്. നിർത്ത്. മതി നിന്റെ തന്നിഷ്ടം. നീ ആരോട് ചോദിച്ചിട്ടാ പേപ്പറിൽ പരസ്യം കൊടുത്തത്? അത് മഹേട്ടാ, ഞാൻ എന്താ നിർത്തിയത്? മഹി ചോദിച്ചതിന് മറുപടി പറ. അതിനിവൾക്ക് മറുപടി എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ? അതെ, ഇത് നമ്മളെല്ലാം നാണം കെടുത്താൻ ഇവള് ചെയ്ത പണിയാ. നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ പറയുന്നത്? അവര് പറഞ്ഞു ശരിയല്ലേ? നീ ആരോടെങ്കിലും അഭിപ്രായം ചോദിച്ചിട്ടാണോ ഈ കാട്ടിക്കൂട്ടുന്നത്? ഇവിടുത്തെ അവസ്ഥ എന്താ? എല്ലാം നഷ്ടപ്പെട്ട് മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥയാണ്. ആ സമയത്ത് നിനക്ക് പ്രധാനം ആ ലോക്കറ്റാണോ? മഹേട്ടാ, ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. പിന്നെ എന്താ നീ കരുതിയേ? പോട്ടെ, നീ അത് ചെയ്തതിന് ശേഷമോ അതിനു മുമ്പോ എന്നോടൊരു അഭിപ്രായം ചോദിച്ചോ? ഇല്ലല്ലോ. എന്നു മുതലാ ഗംഗ നീ ഇങ്ങനെ മാറിയത്? ഗംഗയെ വഴക്ക് പറയല്ലേ അച്ഛാ? കണ്ടോ ആ കുഞ്ഞിന്റെ മനസ്സ് കണ്ടോ? അതിനെ പോലും മറന്നാണ് നീ ഇപ്പൊ നടക്കുന്നത്. അല്ല മഹേട്ടാ, മഹേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. അത് ശരിയാ. ഇത്രയും നാളും മഹി മാത്രല്ല, ഞങ്ങൾ എല്ലാവരും നിന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാ യഥാർത്ഥ ഗംഗ എന്താണെന്ന് മനസ്സിലായത്. മഹിയുടെ ഈ അവസ്ഥയില് അവന് ആശ്വാസം കൊടുക്കേണ്ട ആളായിരുന്നില്ലേ നീ? അത് ചെയ്യുന്നതിന് പകരം നീ എന്റെ മോനെ കൂടുതൽ ടെൻഷൻ ആക്കിയല്ലേ ചെയ്തത്? എല്ലാം നശിച്ചു. ഞാൻ ആകെ തകർന്നു. ഇനി ഇതിൽ നിന്ന് കരകയറാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. എന്റെ മോളുടെ ഭാവി അതോർത്ത് എനിക്ക് സങ്കടം. അച്ഛൻ വിഷമിക്കണ്ട, നമുക്ക് എല്ലാം തിരിച്ചു കിട്ടും. മഹേട്ടാ, മഹേട്ടൻ വിഷമിക്കണ്ട. എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. ശ്രീ മഹേശ്വരൻ നമ്മളെ കൈവിടില്ല. വേണ്ട. എല്ലാവരും മുമ്പിൽ ആളാവാൻ വേണ്ടി സമാധാന വാക്ക് പറയണ്ട. ഈ വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിച്ച് കൂടെ നിൽക്കേണ്ട സമയത്ത് നിനക്കത് സാധിച്ചില്ലല്ലോ. മഹേട്ടാ, കരയാതെ ചേച്ചി, മഹേട്ടൻ വിഷമം കൊണ്ട് പറഞ്ഞതാ. ശ്രീ മഹേശ്വര, എന്തോ പരീക്ഷണമാണിത്. മഹേട്ടന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ജ്വല്ലറിയിലുണ്ടായ സംഭവത്തിന് ശേഷം മഹേട്ടൻ മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. എന്തിനാ ആ പാവത്തിന് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ജീവിതത്തില് ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളാ എന്റെ മഹേട്ടൻ. സ്വന്തം ജീവനെ പോലെ സ്നേഹിച്ച ഭാര്യയെ മഹേട്ടൻ നഷ്ടായി. അതിന്റെ കുറ്റം യാതൊരു മനസ്സറിവില്ലാഞ്ഞിട്ടും മഹേട്ടനെ ഏൽക്കേണ്ടി വന്നു. അതിനെയെല്ലാം ആ പാവം അതിജീവിച്ചു. മഹേട്ടൻ ജീവിച്ചത് മുഴുവൻ മാളുവിന് വേണ്ടിയാ. ഞാൻ മഹേട്ടന്റെ ജീവിതത്തിലേക്ക് വരുന്നത് വരെ മരിച്ചു ജീവിക്കായിരുന്നില്ലേ ആ പാവം? എന്നിട്ടും എന്തിനാ മഹേട്ടനെ നോവിക്കുന്നത്? മഹേട്ടന്റെ എത്രയോ വർഷത്തെ അധ്വാനമായിരുന്നു ആ ജ്വല്ലറി. ഒരായുഷ്കാലം കൊണ്ട് മഹേട്ടൻ കെട്ടിപ്പടുത്തതാ നഷ്ടമായത്. ആ കണ്ണീര് കാണാനുള്ള ശക്തി എനിക്കില്ല. എങ്ങനെയും മഹേട്ടന്റെ വിഷമം മാറണം, ഭാവി സുരക്ഷിതമാവണം. അതിന് നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്തണം. അതിന് എന്നെ നീ സഹായിക്കണം ശ്രീ മഹേശ്വര.
മഹേട്ടൻ അധ്വാനിച്ചുണ്ടാക്കിയതാ നഷ്ടപ്പെട്ടതെല്ലാം. ഒരു മനുഷ്യന്റെ അധ്വാനം വെറുതെ ആവാൻ പാടില്ല. അതിന് എനിക്ക് ആ സ്വർണം തിരിച്ചു പിടിച്ചേ മതിയാവും. നീ എനിക്കൊപ്പം നിൽക്ക. നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടന്നു അല്ലേ മോനെ? അതെ, ഇതുവരെ എല്ലാം നമ്മുടെ പ്ലാൻ പോലെ തന്നെ നടന്നു. ആ സ്വർണം സ്വന്തമാക്കാൻ പറ്റിയതിലും കൂടുതൽ എന്നെ സന്തോഷിപ്പിക്കുന്നത് വേറൊരു കാര്യമാണ്. അമ്മ എന്താ ഈ പറയുന്നത്? മഹിയും ഗംഗയും തമ്മിൽ ഈ പ്രശ്നങ്ങൾ മൂലം ചെറിയ ചില സൗന്ദര്യപ്പിണക്കം തുടങ്ങിക്കഴിഞ്ഞു. ഈ അവസരം നമ്മൾ വിനിയോഗിച്ച അവരെ തമ്മിൽ അകറ്റാൻ സാധിക്കും. അത് ശരിയാ, എനിക്കും അത് തോന്നി. ഏതായാലും കൃത്യം ഈ സമയത്ത് തന്നെ ഗംഗയുടെ ഭാഗത്ത് നിന്ന് മഹിക്ക് ഇഷ്ടമാകാത്തതുപോലെ പലതും ഉണ്ടാകുന്നത് നമുക്ക് ഗുണം ചെയ്യും. അതെ, ആ ഗംഗ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ പഴയതുപോലെയാകും. പിന്നെ മഹി വീണ്ടും എന്റെ നിയന്ത്രണത്തിലാവും. പക്ഷേ ആ ഗംഗ ഇവിടുന്ന് അങ്ങനെ ഇങ്ങനെയൊന്നും പോകുന്നു തോന്നുന്നില്ല. എങ്ങനെയെങ്കിലും അവൾ ഇവിടെ ഒട്ടിപ്പിടിച്ച് കിടക്കാനാ സാധ്യത. അതുമാത്രമല്ല, ഗംഗയ്ക്ക് സപ്പോർട്ടായി മാളു നിൽക്കുന്നിടത്തോളം കാലം നമ്മൾ കുറച്ച് കഷ്ടപ്പെടും. ഈ ലോകത്ത് മഹി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് മാളുവിനെയാ. മാളുവിന് വേണ്ടി അവൻ ഗംഗയോട് ക്ഷമിക്കാനിടയുണ്ട്. അതൊക്കെ അമ്മ വിചാരിച്ച എളുപ്പത്തിൽ അകറ്റാൻ സാധിക്കും. അടയും ചക്കരയും പോലെ ഇരുന്നതല്ലേ മഹിയും ഗൗരിയും? രണ്ടിനെയും രണ്ട് പാത്രമാക്കി മാറ്റിയില്ലേ? പിന്നെയാണോ ഇത്? ഗംഗയെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുമേ? അതൊക്കെ ശരിയാ മോനെ. പക്ഷേ അന്നത്തെ മാളുവല്ല ഇന്ന്. അന്ന് മാളു കുഞ്ഞായിരുന്നു. കാര്യങ്ങൾ പറയാനോ മഹിയെ സ്വാധീനിക്കാനോ സാധിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാര്യം അങ്ങനെയല്ല. അമ്മ പറഞ്ഞത് ശരിയാ. ആ കുട്ടിപ്പിശാശ് നിസ്സാരക്കാരിയല്ല. അവൾ ഒരുത്തി കാരണമാ ആ ഗംഗ ഈ കൈലാസത്തിന്റെ മരുമകളായത്. ആദ്യം ഒഴിവാക്കേണ്ടത് ആ മാളുവിനെ. നിനക്കെന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കണോ അല്ലേ? നടക്കില്ല രാഹുൽ. അവക്ക് കാവലായി ഞാനുണ്ടാവും. എടുത്തു ചാടി അബദ്ധമൊന്നും കാണിക്കണ്ട. മാളുവിനെതിരായി എന്തെങ്കിലും ചെയ്താ അത് മഹി സഹിക്കില്ല. അതുകൊണ്ട് തൽക്കാലം അതേക്കുറിച്ച് ഓർക്കണ്ട. കാര്യങ്ങളിപ്പോ നമ്മൾ ഉദ്ദേശിച്ച ദിശയിലാണ് സഞ്ചരിക്കുന്നത്. അല്പം ബുദ്ധിപൂർവ്വം നീങ്ങിയ ഈ അവസരം നമുക്ക് മുതലാക്കാം. ഗംഗ എന്ന വലിയ ശത്രുവും നമുക്കൊഴിവായി കിട്ടും. ഇപ്പോൾ മഹിയുടെ മനസ്സിൽ വീണിരിക്കുന്ന ഈ കരടായിരിക്കണം നമ്മുടെ തൂർപ്പുചീട്ട്. ഏതായാലും ഇന്ന് രാത്രി തന്നെ നമ്മൾ സ്വർണം കടത്തും. മുംബൈയിൽ കൊണ്ടുപോയി വിൽക്കാനാണ് പ്ലാൻ. സൂക്ഷിക്കണം, ഒരു കാരണവശാലും പിടിക്കപ്പെടരുത്. അതേക്കുറിച്ച് അമ്മയ്ക്ക് ഒരു ടെൻഷനും വേണ്ട. സ്വർണം ഇവിടെ നിന്ന് കടത്താനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. മുംബൈയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. അവർ നിമിഷ നേരം കൊണ്ട് തന്നെ സ്വർണം ബിസ്ക്കറ്റാക്കി മാറ്റി. പിന്നെ ഒരു കുഞ്ഞിനും സ്വർണം ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. അത് മതി. ഇല്ല, ആ സ്വർണം നിങ്ങൾ എങ്ങോട്ടും കൊണ്ടുപോയില്ല. അതെന്റെ മഹിയേട്ടന്റെ അധ്വാന. അത് നഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. ഉടനെ ഈ വിവരം ഗംഗയെ അറിയിക്കണം.
ഇനി മഹിയെ കല്യാണം കഴിച്ചിട്ട് കാര്യമൊന്നുമില്ല മോളെ. എല്ലാം പോയില്ലേ? എന്തു പോയിന്ന്? ഉള്ള സ്വർണം മൊത്തവും കള്ളന്മാരടിച്ചോണ്ട് പോയില്ലേ മോളെ? എന്നാലും ഈ ബുദ്ധി നമുക്ക് തോന്നിയില്ലല്ലോ. ഹോ, എന്തൊരു പ്ലാനിങ് അവന്മാരുടെ. ഇൻകം ടാക്സ് ഓഫീസർമാരുടെ വേഷത്തിൽ വന്ന് ഒരു ജുവലറി മൊത്തം തൂത്തുപെറുക്കി കൊണ്ടുപോയി. ഇൻകം ടാക്സ് അല്ലമ്മേ, സെയിൽസ് ടാക്സ്. എന്ത് തേങ്ങയായാലും പോയത് തന്നെയല്ലേ? അവരോട് എനിക്ക് ശരിക്കും ആരാധന തോന്നിപ്പോവാ. അവന്മാരുടെ പ്ലാനിങ്ങിനെയാ ശരിക്കും പ്ലാനിങ് എന്നൊക്കെ പറയണ്ടേ. നമ്മളിവിടെ നടത്തും കുറെ പ്ലാനിങ്, എല്ലാം പൊളിയുകയും ചെയ്യും, നമുക്കിട്ട് പണി കിട്ടുകയും ചെയ്യും. ചിലതൊക്കെ പൊളിയാതെ അങ്ങ് അവസാനം വരെ എത്തും. അപ്പ വരും പ്രേതം രക്ഷകയായിട്ട്. ഇവളാരാ? വിജയുടെ പെങ്ങളോ? ഒരു രക്ഷക. ശരിയാ, ചത്താലങ്ങ് പൊക്കൂടെ. പ്രേതമായിട്ട് ഇവിടെ കിടന്നങ്ങ് കറങ്ങുക. നശൂലം. പതിയെ പറയടി. ആ പ്രേതം ഇതുവല്ലെന്ന് കേട്ടാ നമ്മൾ എയറിലായിരിക്കും. ഒരുമാതിരി കുട്ടൂസന്റെ ഡാഗിനിയുടെ ഒക്കെ അവസ്ഥയാ നമ്മുടേത്. എന്തെങ്കിലും ഒരു പ്ലാൻ ഇട്ടാ അപ്പ കിട്ടും പണി. അമ്മേ, പറഞ്ഞങ്ങ് കാട് കയറി പോയി. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിലേക്ക് വാ. എന്തു കാര്യം? ആവേശത്തിൽ ഇങ്ങനെ പറഞ്ഞു പോയതുകൊണ്ട് ഒരു ബെല്ലും ബ്രേക്ക് കിട്ടിയില്ല. തുടങ്ങിയ കാര്യം അങ്ങ് മറന്നുപോയി. എന്തായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നേ? സ്വർണം, ജ്വല്ലറി, മഹിയേട്ടൻ. ഇപ്പൊ എന്തെങ്കിലും ഓർമ്മ വന്നോ? ആ വന്നു. ഞാൻ പറഞ്ഞു വന്നതേ, ആ സ്വർണം മുഴുവൻ കള്ളന്മാര് കൊണ്ടുപോയില്ലേ. ഇനിയിപ്പൊ നമ്മളിവിടെ കഴിച്ചു തൂങ്ങി നിൽക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ദേവയാനി കൈലാസത്തിലെ രാജ്ഞിയായിരുന്നു. ആ ഒരു സ്ഥാനത്തേക്കാ ഞാൻ നിന്നെ കയറ്റണമെന്ന് ഉദ്ദേശിച്ചു. ഇപ്പോഴത്തെ അവസ്ഥയില് അവള് സോമാലിയയിലെ രാജ്ഞിയാ. അവളെ അവിടുന്ന് ഇറക്കിയിട്ട് നിനക്ക് സോമാലിയയിലെ രാജ്ഞി ആവണോ? അതിലൂടെ എന്തെങ്കിലും നേട്ടമുണ്ടോ? ഇല്ലല്ലോ. ഒന്ന് ആലോചിച്ചു നോക്ക്. വെറുതെ മണ്ടത്തരം പറയാതമ്മേ. ജ്വല്ലറിന്ന് സ്വർണം പോയിട്ടുണ്ടെന്നുള്ളത് നേരാ. കോടികളുടെ നഷ്ടം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. മഹിയേട്ടന്റെ ആസ്തിയുടെ 10-1 പോലും പോയിട്ടുണ്ടാവില്ല. അതെങ്ങനെ നിനക്കറിയാം? ഇതൊക്കെ സിമ്പിൾ ലോജിക്കല്ലേ അമ്മ. ഒരാളുടെ മുഴുവൻ അധ്വാനം മോഷ്ടിക്കപ്പെട്ടു പോയാ ആരേലും പെരുമാറുന്ന രീതിയിലാണോ മഹിയേട്ടൻ പെരുമാറുന്നത്? അങ്ങനെ മുഴുവൻ സമ്പത്തും പോയൊരാള് മുഴുവട്ടായിട്ട് തേരാ പാരാ ഓടും. അല്ലെങ്കിൽ പോയി ആത്മഹത്യ ചെയ്യും. അത് ചിലപ്പോ ആത്മഹത്യ ചെയ്യാൻ ഒരു മൂഡില്ലാത്തോണ്ടായിരിക്കോ? ദേ അമ്മേ, ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോ വെറുതെ ചാളി ഡയലോഗ് ഓടിക്കരുത്. മനസ്സിലായോ? ആ മനസ്സിലായി. എന്നാ പിന്നെ നീ എന്നെ പറഞ്ഞു മനസ്സിലാക്ക്. നമ്മള് എവിടെയാ പറഞ്ഞു നിർത്തിയത്? ആ, ആത്മഹത്യ. അങ്ങനെ ആത്മഹത്യ ചെയ്യാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ മഹിയേട്ടന്റെ മുഴുവൻ സമ്പാദ്യമൊന്നും പോയിട്ടില്ല. പിന്നെ ഇപ്പൊ കാണുന്ന വിഷമം, അത് ഉള്ളതിലൊരു പങ്ക് നഷ്ടപ്പെട്ടു പോയതിന്റെ വിഷമ. ആ അപ്പൊ നീ പറഞ്ഞു വരുന്നത് മഹിയെ വിട്ടുകൊടുക്കാൻ നിനക്ക് ഉദ്ദേശമില്ലെന്നാണോ? അതെ, അത് തന്നെയാ. എപ്പോഴത്തെയും പോലെ ഇപ്രാവശ്യം നമുക്കൊരു ചാൻസ് വീണ് കിട്ടിയിട്ടുണ്ട്. ഈ സ്വർണത്തിന്റെ പേരില് മഹിയേട്ടനും ഗംഗയും തമ്മിൽ നല്ലൊരു പിണക്കവും നിലവിലുണ്ട്. ആ അതുണ്ട്. അത് നമ്മൾ മാക്സിമം മുതലാക്കണം അല്ലേ? വേണ്ട, എപ്പോഴും നമ്മളിത് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ടാ അവര് തമ്മിലുള്ള പിണക്കം മാറുന്നതും അവരൊരുമിക്കുന്നതും. ഇപ്രാവശ്യം നമ്മളായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അവര് തമ്മിൽ സ്വാഭാവികമായിട്ട് പിണങ്ങുകയും ചെയ്തു. ആ സ്വർണം തിരികെ കിട്ടാത്തിടത്തോളം കാലം അവര് തമ്മിൽ അടിക്കില്ല. അങ്ങനെ അകന്നകന്നു തുടങ്ങുമ്പോ നമ്മുടെ വക ചെറിയൊരു പണിയും കൂടെ കൊടുത്താ പിന്നെ അവരൊന്നിക്കില്ല. പിന്നെ നമ്മുടെ മാത്രം സാമ്രാജ്യമായിരിക്കും ഈ കൈലാസം. അമ്മയ്ക്കും മനസ്സിലായോ? മനസ്സിലായി. അവരുടെ പ്ലാൻ അനുസരിച്ച് ഇന്ന് രാത്രി സ്വർണം കടത്തി മുംബൈയിൽ വിൽക്കും. അത് സംഭവിക്കാൻ പാടില്ല. ഇങ്ങനെയും അവരെ തടയണം. അതെ, ഇന്ന് രാത്രി കൂടി നമുക്ക് മുന്നിലുള്ളൂ. ഈ രാത്രി തന്നെ ഈ പ്രശ്നത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം. നമ്മൾ ഒറ്റയ്ക്ക് നോക്കിയാൽ നടക്കില്ല ചേച്ചി. എന്തെങ്കിലും ഒരു പാളിച്ച ഉണ്ടായാൽ എല്ലാം കൈവിട്ടു പോവും. അതുകൊണ്ട്
നമുക്ക് പോലീസ് സഹായം തേടാം. അതൊരു നല്ല കാര്യ. പക്ഷേ തൽക്കാലം എല്ലാം കഴിയുന്നത് വരെ മഹിയേട്ടനൊന്നും അറിയണ്ട. കാര്യങ്ങൾ രഹസ്യമായിരിക്കണം. മഹേട്ടനെ അറിയിക്കാത്തത് ശരിയാണോ ചേച്ചി? അതാണ് നല്ലത്. കാരണം മഹിയേട്ടനോട് കാര്യങ്ങൾ പറഞ്ഞ അത് ചിലപ്പോ ദേവയാനിയോ രാഹുലോ അറിയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആയാ എല്ലാ പ്ലാനും തെറ്റും. ദേവയാനിയും രാഹുലിനെയും മഹിയേട്ടൻ പെട്ടെന്ന് സംശയിക്കുകയോ നമ്മൾ പറയുന്നത് വിശ്വസിക്കുകയോ ചെയ്യില്ല. അതും ശരിയാ. അപ്പൊ പിന്നെ തൽക്കാലത്തേക്ക് എല്ലാം മഹേട്ടനിൽ നിന്നും മറച്ചു വെക്കുന്ന ബുദ്ധി. അതെ, ഒരു നന്മയ്ക്ക് വേണ്ടി ചെറിയ കള്ളം പറയുന്നതിൽ തെറ്റില്ല. ചെറിയൊരു പിഴവോ സംശയവും മതി, എല്ലാ പദ്ധതിയും പാളും. സ്വർണവും പ്രതികളെയും പിന്നെ പിടിക്കാനും സാധിക്കില്ല. ഇനി വൈകിപ്പിക്കുന്നത് ദോഷം ചെയ്യും. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ എല്ലാം തെളിയണം. എന്നാലും ആ സ്വർണം കൂടി കിട്ടിയിരുന്നെങ്കിൽ